എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സെന്നാണ്. ഈ 2026 ഫെബ്രുവരി കഴിയുമ്പോൾ ഞാൻ UAE വന്നിട്ട് 3 വർഷം തികയാണ്. അപ്പോൾ എന്നെ അറിയുന്ന കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, സാധാരണ ദുബായിൽ പോയി വരുന്ന ആളുകൾ തടി കൂടിയിട്ടാണ് കാണാറുള്ളത്, പക്ഷേ ഡോക്ടറുടെ തടി കുറയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്കറിയണമാണല്ലോ അല്ലേ? അത് നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. കാര്യം ദുബായി പോയി വന്ന ആരും മെലിഞ്ഞു വരുന്നത് നിങ്ങൾ കാണാറില്ല, എല്ലാവരും ഇങ്ങനെ തടിച്ചു വരുന്നതാണ്. അത് ഇവിടുത്തെ ഭക്ഷണശീലങ്ങളുടെ ഒരു രീതിയാണ്. ഇവിടെ അധികമൊക്കെ റെഡിമെയ്ഡ് ഭക്ഷണങ്ങൾ, എന്താ വെച്ചാൽ ഭക്ഷണത്തിന്റെ ഒരു ഹബ്ബാണ് ദുബായ്. അപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും ഭക്ഷണം. അപ്പോൾ തടിക്കാനുള്ള സാധ്യതയാണ് 99.99%. അപ്പൊ അതുകൊണ്ട് തന്നെ തടിക്കാതിരിക്കാനും ശരീരം ട്രിമ്മാക്കി വെക്കാനും ഞാൻ ശരിക്കും മനഃപൂർവ്വം തന്നെ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോക്ക് അതിനെ പറ്റിയിട്ടാണ്. നോക്കൂ, നമ്മൾ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതല്ല ഡയറ്റ്. ഓക്കെ, പലരും ചെയ്യുന്ന ഒരു തെറ്റാണത്. പട്ടിണി കിടക്കുന്നതല്ല ഡയറ്റ്. ശരിയായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് ശരിയായിട്ടുള്ള ഡയറ്റിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പട്ടിണി കിടക്കാറൊന്നുമില്ല. പക്ഷേ പണ്ട് കഴിച്ചിരുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എൻ്റെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചു കാലമായിട്ട് തുടങ്ങിയ ഒരു ശീലമാണ് എൻ്റെ ഭക്ഷണത്തിൽ 2 സംഭവങ്ങൾ. കുറേ കാര്യങ്ങൾ, ഞാൻ നട്ട്സൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കുന്ന ആളാണ്. പക്ഷേ ഈ 2 ആളുകൾ, ഇത് കാണുന്ന ആളുകൾക്കറിയാം, ഇത് ഫ്ലാക്സ് സീഡും ഇത് ചിയ സീഡുമാണ്. അപ്പോൾ നിങ്ങൾ ധാരാളം വീഡിയോസ് ഇതിനെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, ഇതിൻ്റെ ഗുണഗണങ്ങളെ പറ്റിയിട്ടും ഇതെങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടും. പക്ഷേ അത് പ്രാവർത്തികമായിട്ട് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ചു കാലമായിട്ട് എൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഇവർ 2 പേരും. അപ്പൊ എങ്ങനെയാണ് ഞാൻ ഇതിനെ 2നെയും കഴിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഗുണഗണങ്ങൾ? നോക്കൂ, നമ്മൾ ഈ പറയുന്ന വെയിറ്റ് മെയിൻ്റനൻസിനും ഷുഗർ മെയിൻ്റനൻസിനും തടി കുറയ്ക്കുക, ഇനിയിപ്പോൾ നിങ്ങൾക്ക് തടി കുറയ്ക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും അതിന് നിങ്ങളെ സഹായിക്കുന്ന 2 പേരാണ് ഫ്ലാക്സ് സീഡും ചിയ സീഡും. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അതിന്റെ ഗുണങ്ങളെ പറ്റി സംസാരിച്ചിട്ട് നമ്മൾ അത് എങ്ങനെ കഴിക്കേണ്ടതെന്നുള്ള പറ്റി ഞാൻ സംസാരിക്കാം. ആദ്യം ഞാൻ സംസാരിക്കുന്നത് ഫ്ലാക്സ് സീഡിനെ പറ്റിയിട്ടാണ്. ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും ഒരു കലവറയാണ്. ആക്ച്വലി രണ്ടുപേരെയും പറ്റി ഒരുമിച്ചിട്ട് പറയാം. ഏകദേശം ഈ ഫ്ലാക്സ് സീഡിലും ചിയ സീഡിലും 2ലും 15 ഗ്രാമിൽ ഏകദേശം 5 ഗ്രാം ഫൈബറും 2.5 ഗ്രാം പ്രോട്ടീനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഏകദേശം നമ്മളൊരു 15 ഗ്രാം പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണിൽ ഒരു സ്പൂണാണ് ഏകദേശം 15 ഗ്രാം എന്ന് തോന്നുന്നു. അപ്പൊ ഞാനൊരു ഏകദേശം അത്രയാണ് ഒരു ദിവസം കഴിക്കാറുള്ളത്. 2ലും ഓരോ സ്പൂണുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്പൂൺ ഏകദേശം 15 ഗ്രാം അളവുള്ളതാണ്. അപ്പൊ അത്രയാണ് ഞാൻ ഒരു ദിവസം കഴിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം 5 10 ഗ്രാം ഫൈബറും 2.5 5 ഗ്രാം പ്രോട്ടീനും കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ദിവസം വേണ്ടതിൽ നല്ലൊരു ശതമാനം ഫൈബറും പ്രോട്ടീനും ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫൈബർ നമ്മളെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് മലബന്ധം ഇല്ലാതിരിക്കാൻ, നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ, നമുക്ക് ഫുള്ളായിട്ട് ഫീൽ ചെയ്യാൻ, അതായത് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് അധികം വിശപ്പ് തോന്നാതിരിക്കാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് നമ്മുടെ ഡയറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിനേക്കാൾ കൂടുതൽ ഇത് നമ്മുടെ ഷുഗർ ലെവലിനെ കറക്റ്റായിട്ട്, ഇൻസുലിൻ ലെവലും ഷുഗർ ലെവലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫൈബർ നമ്മുടെ ഡയറ്റിങ്ങിലെ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമുക്ക് കോളൻ ക്യാൻസർ, അങ്ങനെയുള്ള നമ്മുടെ മലാശയ ക്യാൻസർ ഒക്കെ കുറയ്ക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ഫൈബർ. അപ്പോൾ നമുക്ക് 10 ഗ്രാം ഫൈബർ ഇത് 2 ഏകദേശം ഒരു ടീസ്പൂൺ ഒരു ദിവസം കഴിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്നു. പിന്നെ പ്രോട്ടീനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വേണ്ട ആക്ച്വലി നമ്മൾ പറയുന്നത് 1 to 2 ഗ്രാം പെർ kg പ്രോട്ടീൻ ഒക്കെ കഴിക്കണം എന്നാ. അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ 1 ഗ്രാം പെർ kg എങ്കിലും, ഇപ്പം ഞാൻ 54 കിലോ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നും ഇല്ലെങ്കിലും ഒരു 50 ഗ്രാം പ്രോട്ടീൻ, ഇപ്പം അത്രയൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു 0.5 to 0.75 ഗ്രാം പെർ kg. അപ്പോൾ മിനിമം ഞാൻ ഒരു ദിവസം ഒരു 25 ഗ്രാം പ്രോട്ടീൻ എങ്കിലും, മിനിമം ആണ് പറയുന്നത്, അത് പോരാ, അതെങ്കിലും കഴിക്കണം. അപ്പോൾ അതിലേക്കുള്ള ഒരു 5 ഗ്രാം പ്രോട്ടീനാണ് എനിക്ക് ഈ രാവിലത്തെ ഈ ഒരു ശീലത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഫൈബറായി, പ്രോട്ടീനായി, പിന്നെന്താണ്, omega-3 ഫാറ്റി ആസിഡ് 2ലും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്ലാക്സ് സീഡിൽ omega-3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള, നമുക്ക് ഹാർട്ട് അറ്റാക്ക്, അങ്ങനത്തെ സംഭവങ്ങൾ, കൊളസ്ട്രോൾ, ഇതൊക്കെ ഉണ്ടാവുന്നതിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന കാർഡിയോവാസ്കുലർ, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ വളരെ നന്നാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ് omega-3 ഫാറ്റി ആസിഡ്സ്. അതുമാത്രമല്ല, ഇതിലെ കാൽഷ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഒക്കെ, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എൻ്റെ സ്കിന്നൊക്കെ ആക്ച്വലി അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇവിടെ UAE വന്ന് ഞാൻ ഈ പറയുന്ന കുറച്ച് ശീലങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം സ്കിന്നിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറും കുറച്ച് ഗ്ലോ ഒക്കെ കൂടിയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളത്തിന്റെ പ്രശ്നം കാരണം നന്നായി മുടി കൊഴിയും. പക്ഷെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ എനിക്കിത് സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ മുടി ഇങ്ങനെ തഴച്ചു വളർന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടുത്തെ മുടി കൊഴിയലിൽ പിടിച്ചു നിൽക്കാൻ എന്നെ ഇത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലിന്റെയും പല്ലിന്റെയും ഹെൽപ്പ്, ആരോഗ്യം, കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട്, പ്രോട്ടീൻ ധാരാളം ഉള്ളത് കൊണ്ട് നമുക്ക് മസിലിന്റെ സ്ട്രെങ്ത്തിന്, അതുപോലെ തന്നെ നമ്മുടെ ബോഡി റിപ്പയറിന് നന്നായിട്ട് സഹായിക്കുന്നു. ഫൈബറിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു omega-3 ഫാറ്റി ആസിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഷുഗർ ലെവൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇനി എന്തെങ്കിലും ഞാൻ ആൻറ്റി ഓക്സിഡൻറ്റ്, അതാണ് ഞാൻ വിട്ടുപോയത്. രണ്ടുപേരും നല്ല ഉഗ്രൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. നോക്കൂ, നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേഷൻ സ്ട്രെസ് കൂടുമ്പോഴാണ് നമുക്ക് ഏജിങ്, നമുക്ക് നമ്മുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള വെയർ ആൻഡ് ടയർ, അതിൻ്റെതായിട്ടുള്ള ഡാമേജുകളൊക്കെ നമുക്ക് വരിക. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ആ ആൻറ്റി ഓക്സിഡേഷൻ പ്രോപ്പർട്ടി രണ്ടിനും നല്ലപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ പ്രായം നമ്മുടെ ശരീരത്തെ ബാധിക്കാതിരിക്കാനൊക്കെ ഇത് നമ്മളെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഗുണഗണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് കാണാൻ, ഇതാണ് ഞാൻ ഒന്ന് വേണമെങ്കിൽ ഇതൊക്കെ ഞാനിങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഫ്ലാക്സീഡ്. ഫ്ലാക്സീഡ് കാണാത്തവരൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഫ്ലാക്സീഡ്. ഓക്കെ, ഇനി ഫ്ലാക്സീഡ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തൊലി കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കില്ല. അപ്പം അതുകൊണ്ട് ഫ്ലാക്സീഡ് നിങ്ങൾ പൊടിയാക്കിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്കത് ഗ്രൗണ്ടഡ് ആയിട്ട്, ഇപ്പം ഞാൻ ഫ്ലാക്സീഡ് പൊടിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഇതേ ഫ്ലാക്സീഡിനെ പൊടിച്ചു വെച്ച പൊടിയാണ്. ഓക്കെ, കണ്ടോ, ഇതിന്നാണ് ഞാൻ എടുത്ത് കഴിക്കാറുള്ളത്. ഇത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കി കുടിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ കൂട്ടി നിങ്ങൾക്ക് മാവിൻ്റെ കൂടെ ഈ പൊടി ഇട്ട് അങ്ങ് കുഴച്ചാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പൊടി തിന്നാം. അപ്പോൾ ഫ്ലാക്സ് സീഡിനെ നമ്മൾ പൊടിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. എന്നാൽ ചിയാ സീഡ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. ചിയാ സീഡ് കാണാൻ നല്ല രസമാണ്. കുഞ്ഞിത് അത് കണ്ടോ, നമ്മുടെ കടുക് പോലെ ഇരിക്കും. അത് കടുകിനേക്കാൾ ചെറുതാട്ടോ, കുഞ്ഞിതാ. എനിക്ക് ഇഷ്ടമായി ചിയാ സീഡ് കാണാൻ. ചിയാ സീഡ്സ് ഈ രീതിയിലാണ് ഞാൻ കഴിക്കാറുള്ളത്. ചിയാ സീഡ്സ് തലേ ദിവസം രാത്രി വെള്ളത്തിൽ 15 ഗ്രാം ചിയാ സീഡ്. അപ്പം ഇതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കും. ഇത് ഒരു വാൽനട്ടാണ്. ഡെയിലി ഞാൻ കഴിക്കുന്നതാണ്. വാൽനട്ടും വെള്ളത്തിൽ കുതിർത്തിയാണ് കഴിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ചിയാ സീഡ് 15 ഗ്രാം ഇട്ട് വെക്കും, ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ. ഈ ചിയാ സീഡിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് പൊള്ളയ്ക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് ചിയാ സീഡ് ഇട്ടാൽ രാവിലെ തന്നെ ഇതൊരു 1/4 ഗ്ലാസ് നമുക്ക് വയറ് അത്യാവശ്യം നിറയുന്ന രീതിയിൽ. അപ്പോൾ ഇത് ഞാൻ വെറും വയറ്റിൽ രാവിലെ കഴിക്കും. അതാണ് എൻ്റെ രീതി. അപ്പോൾ ഇത് തലേ ദിവസം രാത്രി സോക്ക് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു വാൽനട്ട് കൂടി ഇടും. ഓക്കെ, അതും കൂടി കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ഞാൻ അതിൻ്റെ കൂടെ കഴിക്കും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക, രാവിലെ എണീറ്റ ഉടനെയാണ് എൻ്റെ ഈ കലാപരിപാടികൾ. ഓക്കെ, ഈ രാവിലെ ആദ്യം തന്നെ ഈ വാൽനട്ട് കഴിക്കും. അതിനുശേഷം ഈ വെള്ളത്തിൽ കുതിർത്തി വെച്ച ചിയാ സീഡിലേക്ക് 15 ഗ്രാമാണ് ഇത് ഏകദേശം. ഈ ഫ്ലാക്സ് സീഡ് പൊടിച്ച പൊടി ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് നന്നായി അത് മിക്സ് ചെയ്യും. ഓക്കെ, വാൽനട്ട് കഴിച്ച് കഴിയുമ്പോഴേക്കും ഇത് ഏകദേശം നല്ലൊരു മിക്സ് ആയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ആവും. കണ്ടോ, ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. പിന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ടേസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്മൂത്തി ഒക്കെ ആയിട്ട് കഴിക്കണം. പിന്നെ എനിക്ക് ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ വലിയൊരു ഫുഡി ഒന്നുമല്ല. എനിക്ക് ടേസ്റ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് ഇങ്ങനെ അങ്ങ് കഴിക്കും. വലിയ ദുസ്വാദൊന്നുമില്ല, എന്നാൽ വലിയ അടിപൊളി സ്വാദുമില്ല. പ്രത്യേകിച്ചിട്ട് ഒരു ബ്ലാൻഡ് ടേസ്റ്റ് ആണ്. ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഇതിനെ കൊണ്ട് സ്മൂത്തി ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, അതിലൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ്. കുറേ കാലമായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. വേണ്ട ആളുകളിലേക്ക്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള മലാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇൻഡൈജഷൻ, ഗ്യാസ്, ഇതൊക്കെ ഉള്ള ആളുകളിലേക്ക് നിങ്ങൾക്കിത് ഷെയർ ചെയ്തെത്തിക്കാം എന്തായാലും. പിന്നെ അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ ഗംഭീരമായ ഡയറ്റിങ്ങുമായിട്ട് നടക്കുന്ന ആളുകളിലേക്കും നിങ്ങൾക്കിത് ഷെയർ ചെയ്തെത്തിക്കാം കേട്ടോ. ബൈ.